നവകേരളത്തിന്റെ പുതുവഴികൾ ധനസമാഹരണത്തിനുള്ള രേഖയെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. വികസന രേഖയുടെ പേരിൽ ജനവിരുദ്ധമായ ഒരു നയങ്ങളും ഉണ്ടാകില്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ശ്രദ്ധ വേണമെന്ന് പ്രതിനിധികൾ. മുഖ്യമന്ത്രി വിമർശനങ്ങളെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നെന്നും വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെയുള്ള മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന സംഘടനാ റിപ്പോർട്ട്. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിപക്ഷ ആക്രമണം മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ലെന്നും വിമർശനം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്കും വിമർശനം. സംസ്ഥാനത്ത് സ്വകാര്യ നിക്ഷേപത്തിന് വാതിൽ തുറന്നിടുന്ന പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തിന് പച്ചക്കൊടി. വിദ്യാർത്ഥികളുടെ വിദേശൊഴുക്ക് തടയാൻ നടപടിയുണ്ടാകും. വ്യാവസായിക ക്ലസ്റ്റർ രൂപീകരിക്കും. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപനം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ കൊടികളും ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചതിൽ CPIM-ന് കൊല്ലം കോർപ്പറേഷൻ പിഴയിട്ടു. 3.5 ലക്ഷം രൂപ പിഴയടക്കണമെന്ന് കാണിച്ച് CPIM ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകി. കാഴ്ച മറക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാത കയ്യേറുകയാണ് ഫ്ലക്സ് ബോർഡുകളും കൊടി സ്ഥാപിച്ചതെന്നാണ് CPIM നേതൃത്വത്തിന്റെ വിശദീകരണം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ട പിതൃമാതാവ് സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ചായിരുന്നു ആദ്യ തെളിവെടുപ്പ്. തുടർന്ന് പേരുമലയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. കനത്ത പോലീസ് സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഹൈക്കോടതിയിൽ ജഡ്ജിക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി അഭിഭാഷകയെ അപമാനിക്കും വിധം സംസാരിച്ചുവെന്ന ആരോപണം. ജസ്റ്റിസ് ബദറുദ്ദീൻ തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന് അഭിഭാഷക അസോസിയേഷൻ. വിഷയം ചർച്ച ചെയ്യാൻ അസോസിയേഷൻ പ്രസിഡന്റിനെ വിളിപ്പിച്ച ചീഫ് ജസ്റ്റിസ്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെയും കണ്ടെത്തി. ട്രെയിനിൽ സഞ്ചരിക്കുന്നതിനിടെ മുംബൈ ലോണാവാലയിൽ നിന്നാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. കേരള പോലീസ് മുംബൈയിലെത്തി. പൂനെയിലെ കെയർ ഹോമിലേക്കുള്ള കുട്ടികളെ നാളെ നാട്ടിലെത്തിക്കും. പത്തനംതിട്ട മുൻ SP സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാനുള്ള ശുപാർശ നൽകിയത്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്നു. സംസ്ഥാനത്ത് ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസിലെ ഒന്നാം പ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെ റിമാൻഡ് ചെയ്തു. താമരശ്ശേരി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഷുഹൈബിനായുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച സമർപ്പിക്കും. പാലക്കാട് ഒറ്റപ്പാലത്ത് CPIM ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. മുക്കുപണ്ട പണയം വെച്ച് ബാങ്ക് സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ 45 ലക്ഷം രൂപ തട്ടിയെടുത്തു. മോഹനകൃഷ്ണനും കുടുംബാംഗങ്ങളായ 3 പേർക്കുമെതിരെയാണ് കേസ്. തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി. SDPIക്കെതിരെ നടപടി കടുപ്പിക്കാൻ ED കഴിഞ്ഞ ദിവസം രാജ്യത്തെ 12 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ PFIയുമായി ബന്ധപ്പെട്ടതിന്റെ നിരവധി രേഖകളാണ് EDക്ക് ലഭിച്ചിട്ടുള്ളത്. SDPIക്കെതിരെ അന്വേഷണവുമായി NIAയും എത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രന്യ റാവു കസ്റ്റഡിയിൽ. 3 ദിവസത്തേക്കാണ് നടിയെ കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ ഭർത്താവും അന്വേഷണ പരിധിയിൽ പ്രമുഖ ആർക്കിടെക്ട് ജിതിൻ മുഖേരിയും ചോദ്യം ചെയ്യും. രന്യ റാവു സ്വർണ്ണക്കടത്ത് ശൃംഖലയിലെ ചെറിയൊരു കണ്ണിയെന്ന് DIRA. ഉത്തരാഖണ്ഡ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ ട്രക്ക്, ബൈക്ക് റാലി, പ്രസംഗ സമ്മേളനം എന്നിവ ഫ്ളാഗ് ഓഫ് ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ 1 മാസത്തിലേറെ ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ചതായി ഇസ്രായേൽ. നിർമ്മാണ തൊഴിലാളിയായ 10 പേരെയാണ് ഇസ്രായേൽ അധികൃതർ കണ്ടെത്തി തിരികെ ടെൽ അവീവിൽ എത്തിച്ചത്. മോചിതരായവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ എംബസി. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ US-ൽ നിന്നും നാടുകടത്തിയ ഇന്ത്യക്കാരിൽ 11 പേർ EDയുടെ നോട്ടീസ്. ഇന്ത്യയിൽ നിന്നും ആളുകളെ ഡങ്കി റൂട്ടുകൾ വഴി US-ലേക്ക് എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ED സമൻസ് അയച്ചത്. പഞ്ചാബ് സ്വദേശികളായ 10 പേർക്കും ഒരു ഹരിയാന സ്വദേശിക്കുമാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്താവളത്തിൽ തിരിച്ചയക്കുന്നത് നിർത്തി US. കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഉയർന്ന ചെലവാണ് നടപടികളിൽ നിന്ന് പിന്മാറാനുള്ള കാരണം.
പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞ ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു. ശബ്ദ സന്ദേശത്തിലൂടെയാണ്. അതേസമയം മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ തുടരുകയാണെന്നും രക്തപരിശോധനാ ഫലങ്ങളും തൃപ്തികരമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ഈ വർഷത്തെ സമാധാന നോബലിനായി വ്യക്തികളെയും സംഘടനകളെയും ഉൾപ്പെടെ 300ഓളം പേരെ നാമനിർദ്ദേശം ചെയ്തതായി നോർവീജിയൻ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രാൻസിസ് മാർപ്പാപ്പയും പട്ടികയിലുണ്ടെന്നാണ് വിവരം. 244 വ്യക്തികളും 94 സംഘടനകളും ഉൾപ്പെടെ 338 നാമനിർദ്ദേശങ്ങളാണ് ഇത്തവണ ലഭിച്ചത്. ദുബായ് ഭരണാധികാരിക്ക് എമിറേറ്റ്സ് ഹോളി ഖുർആൻ പുരസ്കാരം. ഖുർആൻ പഠനത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. ദുബായ് അൽ ഖവനീജിയിൽ നടന്ന ചടങ്ങിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുരസ്കാരം സമ്മാനിച്ചു. ഖുർആൻ പ്രത്യേക പതിപ്പും രാഷ്ട്ര നേതാക്കളുടെ ചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. എലോൺ മസ്കിന്റെ മാസ് റോക്കറ്റ് പ്രോഗ്രാമിന്റെ പരീക്ഷണമായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ബഹിരാകാശത്ത് പൊട്ടിത്തെറിച്ചു. സ്റ്റാർഷിപ്പ് എഞ്ചിനീയറുകൾ വിച്ഛേദിക്കപ്പെട്ട് അനിയന്ത്രിതമായി കറങ്ങാൻ തുടങ്ങുകയായിരുന്നു. പൊട്ടിത്തെറിയിൽ തെക്കൻ ഫ്ലോറിഡയിലും ബഹാമാസിലെയും ആകാശത്ത് തീപിടിച്ച അവശിഷ്ടങ്ങൾ പടർന്നു. സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻസിന്റെ IM-2 ദൗത്യത്തിന്റെ ഭാഗമായ അഥീന ലാൻഡർ ചന്ദ്രനിൽ പറന്നിറങ്ങി. അഥീന സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവയിൽ നിന്നും US-ൽ നിന്നുള്ള 3ാമത് സ്വകാര്യ ലാൻഡറാണ് അഥീന. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ നൽകിയ അടിയന്തരാപേക്ഷ തള്ളി US കോടതി. കൈമാറ്റം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് റാണയുടെ ആവശ്യം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ റാണ അമേരിക്കയിൽ ജയിലിലാണ്. ഓൺലൈൻ തട്ടിപ്പുകളെ സൂക്ഷിക്കണമെന്ന് ഓർപ്പിച്ച റോയൽ ഒമാൻ പോലീസ്. ഫോണിൽ വരുന്ന വാട്സാപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴിയാണ് ഒമാനിൽ പുതിയ തട്ടിപ്പ് നടക്കുന്നത്. ഗാർഹിക തൊഴിലാളികളെ ആകർഷകരമായ ശമ്പളത്തിൽ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പരസ്യങ്ങളാണിത്. ഇതിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കുകയുമാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. ദുബായിൽ വാഹനങ്ങൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി ദുബായ് പോലീസ്. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിതമായ അകലം പാലിക്കണം. ഇത് നിരീക്ഷിക്കുന്നതിനായി റോഡുകളിൽ റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. മലപ്പുറം മമ്പാട് എളമ്പുഴയിൽ പട്ടാപ്പകൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. രാവിലെ 10 മണിയോടെ എളമ്പുഴ സ്വദേശി ബിനേഷാണ് പുലിയെ കണ്ടത്. വിവരം അറിഞ്ഞതിനെ തുടർന്ന് എടക്കോട് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പുലിയെ കണ്ടതായി പറയുന്ന ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തതിനാൽ അത് പുലിയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് പെരുന്തേച്ചിയുടെ കുത്തേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. നെടുങ്കണ്ടം ആട്ടുപാറ സ്വദേശി സുബ്രഹ്മണ്യാണ് മരിച്ചത്. ഈ മാസം 1-നായിരുന്നു സുബ്രഹ്മണ്യക്ക് പെരുന്തേച്ചി കുത്തേറ്റത്. കൃഷിയിടത്തിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതിനായി പോയപ്പോൾ ആക്രമിക്കുകയായിരുന്നു. എറണാകുളം നോർത്ത് പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലഹരി സംഘത്തിന്റെ അതിക്രമം. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ബൈക്ക് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി ഉദ്യോഗസ്ഥൻ റോഡിലേക്ക് വീണു. സംഭവത്തിൽ സർക്കിൾ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മലപ്പുറം തൃത്താലയിൽ വാറ്റുചാരാവും വാഷുമായി വിളത്തൂർ സ്വദേശി എക്സൈസ് പിടിയിൽ. ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് 1.5 ലിറ്റർ ചാരായം 18 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. തൃശൂർ കൊരട്ടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മേലൂർ പൂലാരി സ്വദേശിയായ പ്രണവാണ് 14 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പ്രണവ്. കൊച്ചി സിറ്റി പോലീസിന്റെ മയക്കുമരുന്ന് വേട്ടയിൽ വൻ വർധനവ്. 482 മയക്കുമരുന്ന് കേസുകളിൽ 549 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 103.95 കിലോ കഞ്ചാവും 628 ഗ്രാം MDMAയും 28 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു.
എറണാകുളം മൂവാറ്റുപുഴയിൽ 40.68 ഗ്രാം MDMA-യുമായി 3 പേർ എക്സൈസിന്റെ പിടിയിൽ. പിഴക്കാപ്പള്ളി പുന്നോപ്പടി സ്വദേശി ജാഫർ, നിസാർ, അൻസാർ എന്നിവരാണ് പിടിയിലായത്. ഇവർ ഉപയോഗിച്ചിരുന്ന ആഡംബര കാറും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് പ്രതികൾ വിൽപ്പന നടത്തിയത്. കൊല്ലം ചടയമംഗലത്ത് 10 ഗ്രാം കഞ്ചാവും 4 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കൊട്ടാരക്കര സ്വദേശി മുഹമ്മദ് ബിലാലാണ് ചടയമംഗലം പോലീസ് പിടിയിലായത്. മലപ്പുറം കുമാരനല്ലൂരിൽ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുക എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിൽപ്പനയോ ഉപയോഗമോ കണ്ടാൽ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ഫ്ലെക്സ് ബോർഡും സ്ഥാപിച്ചു. തൃശൂർ പുളിയിലപ്പാറയിൽ വൻതോതിൽ മദ്യവിൽപ്പന നടത്തിയയാൾ പിടിയിൽ. പുളിയിലപ്പാറ സ്വദേശി ഷിജുവാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 6 ലിറ്റർ മദ്യവും കണ്ടെടുത്തു. ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പട്രോളിംഗ് തുടരുമെന്നും പോലീസ് അറിയിച്ചു. തൃശൂരിൽ യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. കാട്ടാക്കുളം സ്വദേശിയായ പൃഥ്വിരാജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ ചേരമാൻ സ്വദേശിയായ ഷിനാസ് മുഹ്സീൻ എന്നിവരാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. തൃശൂർ ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. 30 വയസ്സോളം തോന്നിക്കുന്ന യുവാവിൻ്റെതാണ് മൃതദേഹം. അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ്. അഴീക്കോട് കോസ്റ്റൽ പോലീസും മതിലകം പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ്. മർദ്ദനം കോഡൂരിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റിയതിന് പിന്നാലെ പരിക്കേറ്റ ലത്തീഫ് മരിച്ചത് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി ബസ്സിലെ 3 ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിൽ. അതിവേഗ വാർത്തയിൽ കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഷൈനിയും മക്കളായ അലീനയും ഇവാനിയും റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഭർത്താവ് നോബിക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി ഷൈനിയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നു. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്നും കാണാതായി 75-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. വലിയ കൊല്ലിയിലുള്ള ജാനുവിനെ കാണാതായി 7 ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലാണ് മൃതദേഹം. കൊല്ലം പരവൂരിൽ പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. പരവൂർ സ്വദേശിയായ കേമ്പം ജയാണ് മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കോളേജിലെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിക്കുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും മരത്തിലും ഇടിക്കുകയായിരുന്നു. തൃശൂർ കൊരട്ടിയിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് അച്ഛനും മക്കൾക്കും ദാരുണാന്ത്യം. കോതമംഗലം സ്വദേശി ജയ്മോൻ, മകൾ ജോയന്ന എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട മറ്റു 3 പേരെ പരിക്കുകളോടെ കതുകുറ്റിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്ത് നിന്നും പാലക്കാടേക്ക് പോകും വഴി നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലിടിച്ചു കയറുകയാണ്. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ഉത്സവത്തിന് കെട്ടിയ പന്തലഴിക്കുന്നതിനിടെ മുകളിൽ നിന്ന് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. കല്ലൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉച്ചക്കായിരുന്നു മരണം സംഭവിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകരയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കെട്ടിയ പന്തൽ അഴിക്കുന്നതിനിടെ കാൽ തെന്നി താഴേക്ക് വീഴുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. മേത്തല സ്വദേശിയായ സ്ത്രീയെ പീഡിപ്പിച്ച ഉഴവത്തുകടവ് സ്വദേശി നഹാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം പുനലൂരിൽ അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 37 ലക്ഷം രൂപയുമായി യുവാവ് പിടിയിൽ. പത്തനാപുരം കുണ്ടയം സ്വദേശി ഷാഹുൽ ഹമീദാണ് പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച പണമാണ് പിടികൂടിയത്. കൊല്ലം ഓച്ചിറ ടെമ്പിൾ റോഡിൽ സൂപ്പർ മാർക്കറ്റിൽ തീപിടുത്തം. കെട്ടിടത്തിനുള്ളിൽ നിന്നും തീയും പുകയും ഉയർന്നത് കണ്ട് സമീപ കടയുടെ തിണ്ണയിൽ കിടന്നവർ ഓച്ചിറ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം പെരിങ്ങമലയിൽ വനമേഖലയിൽ തീപിടുത്തം. 2 ഏക്കറോളം കത്തി നശിച്ചു. കൊച്ചുവിള അഗ്രിഫാം ഫോറസ്റ്റ് ഏരിയയിൽ മാത്രം 1 മാസം കൊണ്ട് 14 പ്രാവശ്യം വിതുര അഗ്നിശമനസേന തീ അണച്ചിട്ടുണ്ട്. ലേലം പിടിച്ച ശേഷം മുറിച്ച മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് നിരന്തരം അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് നിഗമനം.
കാസർഗോഡ് ബദിയിടുക്കയിൽ ഇലക്ട്രോണിക്സ് കടയിൽ തീപിടുത്തം. മുഹമ്മദ് പെർഡാലിയുടെ ഉടമസ്ഥതയിലുള്ള FMB സർവീസ് സെന്ററിലാണ് അഗ്നിബാധയുണ്ടായത്. വിവരമറിഞ്ഞ് കാസർഗോഡ് നിന്നും എത്തിയ ഫയർഫോഴ്സ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റ്. പ്രതികളായ അരുവിക്കര സ്വദേശി ആൽബിൻ, മുഹമ്മദ് സാലിഹ് എന്നിവരാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ 2 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം കുമ്പിടി പട്ടാമ്പി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി VK കടവ് മുതൽ കുമ്പിടി വരെയുള്ള റോഡിന്റെ റീടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. 3,11,00,000 രൂപ ചെലവഴിച്ചാണ് കുമ്പിടി ജില്ലാ അതിർത്തി മുതൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പ് വരെയുള്ള റോഡ് റീടാറിംഗ് നടത്തുന്നത്. ആലപ്പുഴ നെഹ്റു ട്രോഫി സ്റ്റാർട്ടിംഗ് പോയിന്റിലെ നടപ്പാലം പൂർത്തീകരണത്തിലേക്ക്. ആലപ്പുഴ നഗരസഭ കരളകം നെഹ്റു ട്രോഫി വാർഡുകളെ ബന്ധിപ്പിക്കുന്നതിന് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം. പുന്നമടക്കായലിലേക്കുള്ള പുരവഞ്ചി യാത്ര ബാധിക്കാത്ത തരത്തിൽ സ്റ്റീൽ ഫാബ്രിക്കേഷനിലാണ് നടപ്പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണമൊരുക്കാൻ AI ഷീൽഡ് വേറാപ്പ് അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. വിവിധ സുരക്ഷാ സവിശേഷതകളോടെയാണ് ആപ്പ് അവതരിപ്പിച്ചത്. ആലപ്പുഴ വിയപുരം പഞ്ചായത്തിലെ കരീപ്പാടം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി. വിയപുരം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഡ്രോൺ ഉപയോഗിച്ച് വളം നടിയിൽ നടന്നത്. ഡ്രോൺ പറത്തലിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ഷാനവാസ് നിർവഹിച്ചു. തൃശൂർ എടത്തുരുത്തിയിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. 18 വിദ്യാർത്ഥികൾക്കായി 7.74 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. കാളിക്കൂട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തൃത്താലയിൽ അംഗനവാടിയിലെ കടന്നൽക്കൂട് നീക്കം ചെയ്തു. കടന്നൽക്കൂട്ടം കുടുക്കിയത് കുട്ടികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പരിസരവാസികൾക്കും വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത്. സംഭവത്തിൽ പരാതി നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ലേല നടപടികൾ സുതാര്യമാണെന്ന് CPIM. ഇതിനായി ഓഫ്ലൈൻ നീതി മാറ്റി ഓൺലൈൻ സംവിധാനത്തോടെ ലേലം നടത്തണമെന്ന ആവശ്യം ദുരൂഹതയുള്ളതും ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതുമായ ഓഫ്ലൈൻ ലേല നടപടികൾ നടത്തുന്നതിൽ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം അഡ്ഹോക് കമ്മിറ്റി പ്രതിഷേധിച്ചു. തൃശൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അവതരിപ്പിച്ചു. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകിയാണ് ബജറ്റ് അവതരണം നടന്നത്. ആരോഗ്യ മേഖലയ്ക്ക് 1,26 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് 63 ലക്ഷം രൂപയും വകയിരുത്തി. തിരുവനന്തപുരം കാളിപ്പാറ ശുദ്ധജല പ്ലാന്റിൽ നിന്നും വെള്ളം നിറഞ്ഞൊഴുകി മതിൽ തകർന്നു. 10ഓളം പേരുടെ പുരയിടത്തിലൂടെയാണ് വെള്ളവും കരിങ്കല്ലുകളും കുത്തിയൊലിച്ചെത്തുന്നത്. 36 MLD പ്ലാന്റാണ് കപ്പാസിറ്റിയിലധികം വെള്ളം പമ്പ് ചെയ്തതിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കേരള ട്രഡീഷണൽ ആർട്സ് ആൻഡ് കോൺഗ്രസ് ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ജ്വാല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം അജിത് പഴവൂർ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCCയുടെ റംസാൻ ഫണ്ട് കാസർഗോഡ് CH സെന്ററിന് കൈമാറി. ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി C കരീം സിറ്റി ഗോൾഡിന് കൈമാറിയത്.
മലപ്പുറം തൃത്താല മണ്ഡലത്തിൽ പറക്കുളത്തെ വ്യവസായ പാർക്കിലെ സ്ഥാപനങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് പരാതി. മാലിന്യ സംസ്കരണ സംവിധാനവും ശരിയായ രീതിയിലല്ലെന്നും ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസർ അന്വേഷണം നടത്തണമെന്നും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. പറക്കുളത്ത് വ്യവസായ വകുപ്പിന്റെ അനുമതിയോടെ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ആനയിറങ്കൽ ഡാം തുറന്നു. വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ടാണ് ആനയിറങ്കൽ. വന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടായാണ് ആനയിറങ്കൽ. പൊന്മുടി ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലാകായിക മേള മഴവില്ലഴക് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന കലാകായിക മേളയിലെ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ അഡ്വക്കേറ്റ് DK മുരളീധരൻ MLA വിതരണം ചെയ്തു. ആലപ്പുഴ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2024-25 വാർഷിക പദ്ധതി അംഗീകാരവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു. പ്രസിഡന്റ് K. രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പങ്കെടുത്തു. സ്കൂളുകളും കോളേജുകളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജില്ലാ പഞ്ചായത്ത് പുതിയ പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി പറഞ്ഞു. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ അസംഷൻ ഓട്ടോണമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടത്തിയ ദേശീയ ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനം സമാപിച്ചു. മികച്ച ഹ്രസ്വചിത്രമായി $1 മില്യൺ കൊസ്റ്റ്യേനെയും മികച്ച സംവിധായകനായി ശരത് ജോജിയെയും മികച്ച തിരക്കഥാകൃത്തായി രവിചന്ദ്രൻ ടിയെയും തിരഞ്ഞെടുത്തു. തിരുവനന്തപുരം നെടുമങ്ങാട് തെക്കുംകര പറണ്ടോട് ഭഗവതി ക്ഷേത്രത്തിലെ മകയിരം മഹോത്സവത്തോടനുബന്ധിച്ച് സമൂഹ പൊങ്കാല നടന്നു. വിവിധ കലാപരിപാടികളോടുകൂടി നടന്ന മകയിരം മഹോത്സവം മാർച്ച് 7 സമാപിക്കും. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് മാർച്ച് 10 അഭിമുഖം നടക്കും. MBBS യോഗ്യതയും ECMC കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ സ്ഥിര രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ആലപ്പുഴയിൽ ഭിന്നശേഷിക്കാരുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാൻ സായുജ്യം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ വിതരണ സ്റ്റാളുകൾ വിതരണം ചെയ്തു. ജില്ലാ ഭരണകൂടവും സന്നദ്ധ സംഘടനയായ കെയർ ഫോർ ആലപ്പിയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയത്. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എളവള്ളിയിൽ കേരള കർഷക സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM കർഷക സംഘം നേതാവായിരുന്ന VR പുഷ്പകരന്റെ അനുസ്മരണം ആചരിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ TV ഹരിദാസൻ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. പാലക്കാടിൽ ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസം പകർന്ന നൊങ്ക്. മായമില്ലാത്തതിനാൽ നൊങ്ക് കഴിക്കാൻ ആവശ്യക്കാരേറെയാണ്. എന്നാൽ ചൂട് കൂടിയതോടെ നൊങ്ക് കിട്ടാനില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. നൊങ്ക് ഒരു പീസിന് 10 രൂപയാണ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനും ജോയിൻ ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിക്കുന്ന മഹേഷ് ബാബുവിന്റെയും പൃഥ്വിരാജിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി 50 കോടി ക്ലബിൽ. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ ഷാഹി കബീറാണ് ചിത്രത്തിൽ രചന നിർവഹിച്ചത്. കുഞ്ചാക്കോ ബോബൻ നായകനെത്തിയ 5-ാം പാതിര, നാ താൻ കേസുകൂടെ എന്നീ സിനിമകൾ ഇതിനു മുൻപ് 50 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. പുതുമുഖം അനൂപ് രത്ന നായകനാകുന്ന ചിത്രം ലീച്ച് മാർച്ച് 14 തിയേറ്ററുകളിലെത്തും. ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം SM ആണ് സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യുന്ന ഏതൊരു ദമ്പതികൾക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഫാൽക്കൺ സിനിമാസിന്റെ ബാനറിൽ ജിനി S നിർമ്മിച്ച് നവാഗത അനുഷ് മോഹൻ സംവിധാനം ചെയ്യുന്ന വത്സല ക്ലബ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. തിരുവനന്തപുരം പരിസരങ്ങളിലുമായി ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത്.